എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, കേരള സ്റ്റോറി എന്ന് പറയുന്ന മലയാളം മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. കേരള സ്റ്റോറി 2 എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഫസ്റ്റ് ഭാഗം എന്താണെന്ന് വെച്ചാൽ, കേരള സ്റ്റോറി ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പറയുന്നത് കഥയെന്ന് പറഞ്ഞാൽ ലവ് ജിഹാദിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ചിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡിബേറ്റുകളിലും അല്ലാതെയും പില്ലാതെയും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചിട്ട്. ശരിക്കും ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ലവ് ജിഹാദ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഹിന്ദു സ്ത്രീ ഒരു മുസ്ലിമിനെ സ്നേഹിക്കുന്നു. അവർ തമ്മിൽ വിവാഹം നടത്തുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായിട്ടും അവർ മതം മാറ്റിയിട്ടായിരിക്കും ആ ഒരു ഹിന്ദു വനിതയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ മതത്തിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ, അതായത് മതപരിവർത്തനം നടത്തി കഴിയുമ്പോൾ അതിനെ ലവ് ജിഹാദ് എന്നുള്ള ഒരു പേര് ഇട്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നീട് മറ്റൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുപോലെ തന്നെ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള ഹിന്ദു യുവതികളെ പ്രണയിച്ചിട്ട് അവരെ സിറിയയിലേക്കൊക്കെ മതപരിവർത്തനം നടത്തി കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അപാരമായ പാണ്ഡിത്യമൊന്നും എനിക്ക് ഉള്ള ആളല്ല ഞാൻ. പക്ഷെ എൻ്റെ ഒരു ചെറിയ അറിവിൽ വെച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിറിയയിൽ പോകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടികൾ അറിയില്ലേ ഞാൻ സിറിയയിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന്? പറ്റില്ല എന്ന് പറഞ്ഞുകൂടെ? ഞാൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് മറ്റെങ്ങോട്ടും പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൂടെ? പ്രണയിച്ച് ഒരുത്തന്റെ കൂടെ മതവും മാറി പോകാനുള്ള ധൈര്യം കാണിക്കുന്ന പെൺകുട്ടികൾ എന്തുകൊണ്ട് അത്തരത്തിൽ പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല? അപ്പോൾ അവിടെ ആ ഒരു വിഷയം നിൽക്കട്ടെ, അങ്ങോട്ടേക്ക് പോകുന്നില്ല തൽക്കാലം. നമുക്ക് അധികം പാണ്ഡിത്യമില്ലാത്ത വിഷയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ചിലർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹിന്ദു യുവതികളെ മനഃപൂർവ്വമായിട്ട് പ്രണയിച്ചിട്ട് മതപരിവർത്തനം നടത്തി അവരുടെ കൂടെ താമസിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭാര്യയാക്കി വെക്കുന്നു എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതാണ് ലവ് ജിഹാദ് എന്ന് ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ. അങ്ങനെയാണ് ചിലരെങ്കിലും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ. പക്ഷെ അതേക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലരൊക്കെ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഹിന്ദു മതത്തിലുള്ള ഒരു യുവതി മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയും, നിങ്ങൾ മതം മാറണം, മതം മാറി അവരുടെ മതത്തിലേക്ക് ചേരണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ പെൺകുട്ടികൾ ചെയ്യാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടികൾക്ക് എന്താ, പ്രണയിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞുകൂടെ? മതം മാറാനൊന്നും തയ്യാറല്ല. ആ പ്രണയിക്കുന്ന ടൈമിൽ തന്നെ പറയാവുന്ന ഒരു കാര്യമല്ലേ, ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് മതം മാറില്ല എന്ന് പറഞ്ഞിട്ട് പ്രണയിക്കാനായിട്ട് നിൽക്കണം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിലല്ലേ ആ ഒരു പ്രണയം അവിടെ സക്സസ് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ബൈ പറഞ്ഞങ്ങ് നിർത്തിയാൽ പോരെ. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ വിവാഹം കഴിക്കുമ്പോൾ പെൺകുട്ടികളെ മതം മാറ്റി ആ ഒരു മതത്തിലേക്ക് ആക്കുന്നത്. ഇപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം എടുത്താലും ക്രിസ്ത്യാനികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും എത്രയോ ഹിന്ദു യുവതികളെ ക്രിസ്ത്യാനികളായിട്ടുള്ള യുവാക്കന്മാർ വിവാഹം കഴിക്കുന്നു. അവർ വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികളെ മാമോദീസയൊക്കെ മുക്കി അവരുടെ മതത്തിലേക്ക് ആക്കിയിട്ടല്ലേ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവിടെ ലവ് ജിഹാദ് എന്ന പേരിന് പകരം ഇവരെന്ത് പേരാണ് പറയുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് കൃത്യത ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് അത്തരത്തിലൊരു പേര്, അതായത് ഒരു ഹിന്ദുവിനെ മതം മാറ്റി ഒരു ക്രിസ്ത്യാനി വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അവിടെ ലവ് ജിഹാദ് എന്നൊരു പേര് വരുന്നില്ല. പകരം എന്ത് പേരാണ് അവിടെ വയ്ക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അറിയാവുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ അറിവിൽ തന്നെ ഹിന്ദുവായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിക്കുന്ന മുസ്ലിം യുവതികളുണ്ട്. ഒരുപാട് പേരില്ലെങ്കിൽ 2-3 പേരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യമാണ്. അവർ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഹിന്ദുവിൻ്റെ, ആ ഒരു ഹൈന്ദവന്റെ ആചാരപ്രകാരം തന്നെ ക്ഷേത്രത്തിൽ പോകുന്നു, നെറ്റിയിൽ കുറി വരയ്ക്കുന്നു, പൊട്ടിടുന്നു, മുകളിൽ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്നു. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. 2-3 പേരെയൊക്കെ എനിക്കറിയാം, എല്ലാവരെയൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു മതം മാറി, ഒരു ഹിന്ദുവിന്റെ കൂടി മതം മാറി ഹൈന്ദവ വിധി പ്രകാരം ജീവിക്കുന്ന ആ ഒരു സ്ത്രീകൾക്ക് നിങ്ങൾ എന്ത് പേരാണ് ഇടുന്നത്? അങ്ങനെ ഒരു സ്ത്രീയെ, ഒരു മുസ്ലിം സ്ത്രീ ആവട്ടെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി സ്ത്രീ ആവട്ടെ, അവരെ ഒരു ഹിന്ദു വിവാഹം കഴിച്ച് അവരുടെ ആചാരപ്രകാരം സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് പേരായിരിക്കും വിളിക്കുന്നത്? ലവ് ജിഹാദ് എന്ന് തന്നെയാണോ വിളിക്കുന്നത്? എനിക്കറിയില്ല കേട്ടോ. അത് ഇനി ലവ് ഹിന്ദു അങ്ങനെ എന്താണെന്ന് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ഇട്ടേക്കുക. അപ്പോൾ ഈ ഒരു സിനിമയുടെ കേരള സ്റ്റോറി ഫസ്റ്റിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ അതിന്റെ സെക്കൻഡ് ട്രെയിലർ വന്നിരിക്കുകയാണ്. ഈ പറയും പോലെ തന്നെ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ട്രെയിലർ മാത്രമാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് വളരെയധികം ചർച്ചാ വിഷയമായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ചിത്രത്തിന്റെ ട്രെയിലറിൽ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് അതിന്റെ അണ്ണാക്കിൽ ബീഫ് കുത്തിക്കയറ്റുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആ ഒരു രംഗമാണ് വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും അങ്ങനെ കേരളത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. നമ്മൾ കണ്ടു, പലരുടെയും ഡിബേറ്റുകളൊക്കെ കണ്ടു, വാശിയേറിയ ഡിബേറ്റുകളൊക്കെ നടക്കുന്നുണ്ട് പല ചാനലുകളിലും. അവർക്കൊക്കെ ചാകര
അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ച് ഡിബേറ്റ് ആയി അതിനപ്പുറമായി ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ചിട്ടൊന്നും ഒരു 2 ദിവസത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ ആ ചർച്ചകളും ഡിബേറ്റുകളും കാര്യങ്ങളും ഒക്കെ. അത് കഴിയുമ്പോഴത്തേക്ക് വേറെ എന്തിന്റെയെങ്കിലും പിറകെ പോകും. നമുക്കറിയാം ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചിട്ടൊന്നും ഇപ്പോൾ ആരും അധികം മിണ്ടുന്നില്ല. ഇപ്പോൾ പൊതുവേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം ഈ ഒരു സിനിമയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ എവിടെയാണ് ഹൈന്ദവ സ്ത്രീയുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇതൊന്നും നടക്കില്ല. കേരളത്തിൽ ബീഫ് വിൽക്കാത്ത കട ഏതാ ഉള്ളത്? ഏത് ഹോട്ടലിലാണ് ബീഫ് വിളമ്പാത്തത്? ബീഫ് ഫ്രൈ ആയാലും ബീഫ് കറി ആയാലും ബീഫിന്റെ കളിയില്ലാത്ത ഏത് ഹോട്ടലാണുള്ളത്? അതുപോലെ തന്നെ എവിടെയെല്ലാം മുക്കിന് ബീഫ് വെട്ടുകയല്ലേ ചെയ്യുന്നത്? പോത്തിനായാലും കാളയായാലും കൊണ്ടുവന്ന് അറുത്ത് വിൽക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? നമ്മളും പോയി മേടിച്ചുകൊണ്ട് വരാറില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ഇവിടുന്നേ മുണ്ടും പൊക്കിക്കൊണ്ട് പോവേണ്ട കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതായത് കേരളത്തിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് BJP എന്നല്ല, അതുക്ക് മീതെ ഇനി ദൈവം തമ്പുരാൻ വന്നിട്ട് ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരും കേൾക്കില്ല, എല്ലാവരും കഴിക്കും. കേരളത്തിൽ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനും പോകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലുള്ള ജനങ്ങളെന്ന് പറഞ്ഞാൽ ആഹാരപ്രിയരാണ്. അവർക്ക് നല്ല ഭക്ഷണം വേണം. നല്ല ഫുഡ് എവിടെ കിട്ടിക്കഴിഞ്ഞാലും വില പോലും നോക്കാണ്ട് മേടിച്ച് കഴിക്കുന്ന ആളുകളാണ് കേരളത്തിനുള്ളിലുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ വില പോവില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ജനങ്ങൾ ഈ ഒരു ബീഫിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കുത്തിച്ചാവേണ്ട ഒരു കാര്യമില്ല. പിന്നീട് ഇങ്ങനെ ഒരു സംഭവം നടന്നത്, ഞാനാണെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, ഇങ്ങനെ ഒരു സംഭവം ബീഫ് അണ്ണാക്കിൽ കുത്തിക്കയറ്റുന്ന കാര്യം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മധ്യപ്രദേശിൽ അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു രംഗം, ഈ ഒരു അണ്ണാക്കിൽ ബീഫ് കുത്തിക്കയറ്റുന്ന ആ ഒരു സംഭവം നടന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലല്ല, മറ്റ് സംസ്ഥാനത്തിൽ മധ്യപ്രദേശിലാണ്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്താണ് എന്ന് ആ ഒരു മൂവിയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇതിന്റെ പേരിൽ, ആ ഒരു ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിന്റെ പേരിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഭക്ഷണ സ്വാതന്ത്ര്യം ഓരോ വ്യക്തികൾക്കും ഉള്ളതാണ്. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഓരോന്ന് തുണിയില്ലാതെ നടക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഭക്ഷണ സ്വാതന്ത്ര്യവും. ഇപ്പോൾ ബീഫ് നിരോധം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പോത്തിനെയോ കാളയെയോ അറുക്കുന്നതിന് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല, ഒരിക്കലും ഉണ്ടാവത്തുമില്ല. ഇവിടെ ബീഫിന്റെ തലയിൽ കൊണ്ടിട്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, പശുവിനെ അറക്കുന്നതിൽ മാത്രമാണ് ഇതുപോലെ ഒരു നിരോധനം എന്ന് പറയുന്ന ഒരു സംഭവം വന്നിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൈന്ദവര് പശുവിനെ ഗോമാതാവ് എന്ന് പറഞ്ഞ് ആദരിക്കുന്നുണ്ട്. ഹൈന്ദവരെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ആളുകളൊക്കെ ആദരവൊക്കെ കുറച്ച് കുറവാണെങ്കിൽ പോലും കേരളം വിട്ട് തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗോശാല തന്നെയുണ്ട്. അതായത് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ തീർത്ഥാടനത്തിന് പോയ സമയത്ത് തമിഴ്നാട്ടിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഒക്കെ ഭാഗത്തൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പല ക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിനകത്ത് തന്നെ, ക്ഷേത്രത്തിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിന്റെ ഭഗവാന്റെ മെയിൻ പ്രതിഷ്ഠ ഇരിക്കുന്ന ആ ഒരു ക്ഷേത്രം വിട്ട് കഴിഞ്ഞാൽ ചുറ്റമ്പലത്തിനകത്ത് തന്നെ അതായത് ഒരു വലിയ ഒരു തൊഴുത്തുണ്ട്. നമ്മൾ ഇവിടെ തൊഴുത്തെന്ന് പറയുന്നെങ്കിലും അവരതിന് അവിടെ തൊഴുത്തെന്ന് പറയുന്നില്ല. അവരവിടെ പൂജിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗോക്കളെയാണ്, ജീവനുള്ള പശുക്കളെ. നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ ആ പശുക്കൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ അവിടെ ഭയങ്കര പുണ്യം എന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്ത് പശുവിന് ഫുഡ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ ഇലകളാണ്. ഇലകളെന്ന് പറഞ്ഞാൽ അഗസ്ത്യ ഇല പോലെയൊക്കെ ഉള്ള കുറച്ച് ഇലകളുണ്ട്. അത് അവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും. അതിങ്ങനെ മേടിച്ച് 20 രൂപ 30 രൂപയൊക്കെ കൊടുക്കുമ്പോൾ അത് കിട്ടും. അത് മേടിച്ച് നമ്മൾ പശുവിനെ ഊട്ടാറുണ്ട്. പിന്നെ പുല്ലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മേടിച്ച് നമ്മൾ പശുവിനെ ഊട്ടാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര പുണ്യം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ആരതി പൂജ പശുക്കൾക്കൊക്കെ, അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോക്കളെ മാതാവായി കരുതി പൂജിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഹൈന്ദവരുടെ ആചാരത്തിന്റെ ഭാഗം തന്നെയാണ്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വലുതായിട്ട് ഇല്ലാത്തത്. അപ്പൊ ഗോക്കള് എന്ന് പറഞ്ഞാൽ പണ്ടേ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ പശുവിന്റെ അപ്പിയെ നമ്മൾ ഹൈന്ദവര് മഹാലക്ഷ്മി ആണ് എന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. നമ്മൾ ഇപ്പോൾ മരണാനന്തര കർമ്മങ്ങൾ നടന്നു കഴിഞ്ഞാലും പശുവിൻ്റെതായിട്ടുള്ള പഞ്ചഗവ്യം എന്ന് പറയും. അതായത് അതിൽ ഉൾപ്പെടുന്നതാണ് ഗോമൂത്രം, ചാണകം, നെയ്യ്, വെണ്ണ, പാല്. ഇത്രയും സാധനങ്ങളാണ് പഞ്ചഗവ്യം എന്ന് പറയും. ഈ സാധനങ്ങളൊക്കെ വച്ചിട്ട് എന്തോ ഒരു സംഭവം പോലെ പൂജയൊക്കെ ചെയ്ത് മന്ത്രമൊക്കെ ചെയ്തിട്ട് നമുക്കത് പുണ്യാഹമായിട്ട് തരാറുണ്ട്. അതായത് മരണാനന്തര കർമ്മങ്ങളിലാണ് പഞ്ചഗവ്യം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുന്നുണ്ട്. നമ്മളത് കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പശുവിനെ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് പശുവിനെ അറുക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ ഈ കാളയെയോ കുമ്പനെയോ ഒന്നും അറുക്കരുത് എന്നല്ല ഗവൺമെന്റിന്റെ ഓർഡർ എന്ന് പറയുന്നത്. പിന്നീട്
പല ആളുകളും ബീഫ് കഴിച്ചത് മൂലം ആളുകളെ അടിച്ചു കൊല്ലുന്നതും വെട്ടിക്കൊല്ലുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറെ മതഭ്രാന്തന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ കുറേ പൊട്ടന്മാരായിട്ടുള്ള ആളുകളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. കേരളത്തിനകത്ത് അങ്ങനെ നടന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ കേരളത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. കേരളത്തിൽ വന്ന് ഇമാതിരിയുള്ള തന്തയില്ലാത്തരൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചന്തിപ്പൊളൊക്കെ കിട്ടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെയുള്ള കാര്യം, അതായത് വിദ്യാഭ്യാസം കുറവാണല്ലോ ഇതുപോലെയുള്ള കുറെ കൂറകൾക്ക് മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഹരിയാനയിലൊക്കെ താമസിക്കുന്ന കുറച്ച് അധികം ആളുകൾക്ക് വിദ്യാഭ്യാസ കുറവ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് ചക്ക എന്ന് പറഞ്ഞാൽ ഇവർ പറയും ചുക്ക് എന്ന് പറയും, അരി എന്ന് പറഞ്ഞാൽ പയറെന്ന് പറയും. അങ്ങനെയുള്ള കൂട്ടരാണ്. വിദ്യാഭ്യാസമോ വിവരമോ ശകലവും ഇല്ല. അപ്പൊ ബീഫ് നിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് കാളയെയും പോത്തിനെയും അറുക്കുന്നതിന്റെ സംഭവമാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും ഗോമാതാവിനെ അറുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുന്ന, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യമായിരിക്കാം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വിവാദം വന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെയാണ് ഈ വായിക്കകത്ത് ബീഫ് കുത്തിക്കയറ്റിയത് എന്നുള്ള സംഭവമാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും കേരളത്തിലല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്, മധ്യപ്രദേശിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിന് ഈ ഒരു ബീഫിന്റെ ആ ഒരു സംഭവം കണ്ടു എന്ന് കരുതിയിട്ട് ഇതിനെ ഇത്രയധികം വിവാദമാക്കി മാറ്റുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പലതവണ ചിന്തിച്ചു, പല ട്രെയിലുകൾ പോയി കണ്ടു നോക്കി, പലരിട്ടിരിക്കുന്ന വീഡിയോസുകളൊക്കെ കേട്ട് നോക്കി, എന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇതിനെ ഇത്രയധികം വിവാദമാക്കി മാറ്റിയിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്. ഇവിടെ പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, ആ ഒരു ട്രെയിലർ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഒരുമിക്കണം, ഹിന്ദുക്കൾ ഒത്തൊരുമിക്കണം, ഹിന്ദുക്കൾ ഒത്തൊരുമയോടുകൂടി കഴിയണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾക്ക് ഒരു ഒത്തൊരുമയില്ല, ഒരെണ്ണത്തിന് കണ്ടുകൂടാ എന്നുള്ളതാണ് വാസ്തവം. ഒരൊറ്റ ഹിന്ദുവിനും മറ്റൊരു ഹിന്ദുവിനെ കണ്ടുകൂടാ. അങ്ങനെ കാണാവുന്നവരാണെങ്കിൽ വളരെ അപൂർവമാണ്. ചിലപ്പോൾ ചിലരൊക്കെ കൂടെ വളരെയധികം കൂളായിട്ട് സംസാരിക്കും, വളരെയധികം നമുക്ക് സപ്പോർട്ട് തരും, പക്ഷെ മാറി നിന്നിട്ട് പരദൂഷണം പറയും, കുറ്റം പറയും, വേണമെങ്കിൽ മുടിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിക്കും. അത്തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് ഒരു ഐക്യതയില്ല. ഹിന്ദുക്കൾ ഒന്ന് ഒത്തൊരുമിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ തെറ്റു പറയാനും പറ്റത്തില്ല. അപ്പൊ അതാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു വിഷയം അങ്ങനെയാണ്. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തൊരുമിക്കണം എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു വർഗീയതയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ന് കരുതി മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ല. അവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് ചിന്തിച്ച് എല്ലാവരും ഐക്യതയോടുകൂടിയും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടിയും ഒത്തൊരുമിച്ച് കഴിയുക എന്നതാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ഹിന്ദുക്കൾ തമ്മിൽ ഒത്തൊരുമിക്കണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം മുസ്ലിങ്ങളുമായിട്ട് വിരോധം സമ്പാദിക്കണം എന്നാണോ? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തലയ്ക്ക് ഷോക്ക് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഇപ്പൊ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഇനി ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളായാലും ഇന്ത്യയിലാണോ ജീവിക്കുന്നത്, ഇവിടെ എല്ലാവർക്കും തുല്യതയുള്ള ഒരു രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും തുല്യതയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കാശുള്ളവന് കുറച്ച് പരിഗണന കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറാണ്, ജനങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അതായത് നമ്മളിപ്പോ ശബരിമലയിൽ തന്നെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട വ്യക്തി മണിക്കൂറുകളോളം വെള്ളം പോലും കിട്ടാതെ കിടന്ന് ക്യൂ നിൽക്കേണ്ടി വരും. അതേസമയം ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കോട്ടെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണെങ്കിൽ ക്യൂവും വേണ്ട ഒന്നും വേണ്ട, സുഖമായിട്ട് വന്ന് പോയി തൊഴുത് പോവാം. ഒരു പ്രശ്നവുമില്ല. അവർക്ക് ക്യൂ നിൽക്കേണ്ട, വെയിലും കൊള്ളണ്ട, ഒന്നും വേണ്ട. അവർക്ക് സകലമാന സുരക്ഷിതത്വത്തോടും കൂടി ഭഗവാനെ കണ്ട് തൊഴുത് പെട്ടെന്ന് അവരുടെ കാര്യം നോക്കി പോവാം. അവിടെ എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്നത് ഭഗവാനെ കാണാനാണ്. ഭഗവാന് മുന്നിൽ നമ്മൾ എല്ലാവരും വേറും കൃമികളാണ്. അതായത് നമ്മൾ എല്ലാവരും തുല്യരാണ് എന്നേ പറയുന്നുള്ളൂ. ഭഗവാൻ എല്ലാവരും തുല്യരാണ്. അല്ലാണ്ട് ഇപ്പോ ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് അവനങ്ങ് ഭഗവാന്റെ മുന്നിൽ ഭയങ്കര സെലിബ്രിറ്റി അല്ല. അവിടെ ആ ഒരു കോവിലിനകത്തിരിക്കുന്ന അത്രയും വലിയൊരു സെലിബ്രിറ്റിക്ക് മുന്നിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇരിക്കുന്ന ഭഗവാനാണ് ശരിക്കും സെലിബ്രിറ്റി. അല്ലാണ്ട് 3 ചക്രത്തിന് വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിച്ച് ഭയങ്കര വീഡിയോസിലൊക്കെ വന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കീഴടക്കി എന്ന് പറഞ്ഞിട്ട് അവരല്ല സെലിബ്രിറ്റി. ശരിക്കുമുള്ള സെലിബ്രിറ്റി അവിടെ ഇരിക്കുകയാണ്. അവനെ കാണാൻ ചെല്ലുന്നെങ്കിൽ ക്യൂ നിന്ന് വ്രതശുദ്ധിയോടുകൂടി ചെല്ലുന്നവന് മാത്രമേ അതിന്റെ പുണ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും തുല്യ നിയമമാണെന്ന് പറയുമ്പോഴും ചിലർക്കൊക്കെ പൈസയുടെ മുകളിലുള്ള തിളപ്പുകളൊക്കെ വേറെ ഉണ്ട്. അത് വേറൊരു സത്യം. അപ്പൊ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമ ഇത്രയധികം വിവാദമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ തന്നെയാണ് ഇതിനെ വെപ്രാളം പിടിച്ച് പല ചാനൽ ചർച്ചകളൊക്കെ കൊണ്ടുവരുന്നതും. അതായത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമ്മുടെ കോൺഗ്രസ്സുകാർ, ഇവർക്കൊന്നും ഈ ഒരു സിനിമ ഒട്ടും ദഹിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നത് കണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് കുറച്ചധികം BJP-കാരൊക്കെ ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതായത് എമ്പുരാൻ സിനിമയെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രംഗത്ത് വന്ന ആളുകളുടെ നാവടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുത്ത് പല ആളുകളും രംഗത്ത് വന്നതും കണ്ടു. അപ്പൊ ആ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞത് പൃഥ്വിരാജിന്റെ ആ ഒരു എമ്പുരാൻ സിനിമയെ കുറ്റം പറയേണ്ട കാര്യമില്ല, അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമ വന്നപ്പോ ബീഫ് വായിൽ കുത്തിക്കയറ്റുന്ന ആ ഒരു സംഭവം വന്നിട്ട് ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോ എന്തുകൊണ്ടാണ് അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവാത്തത്? എമ്പുരാൻ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ ഈ ഒരു സിനിമ എന്തുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവുന്നില്ല? അപ്പൊ ഓരോ വ്യക്തികളുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ചാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം മാറുന്നത്? ഇതൊക്കെ എന്റെ സംശയമാണ് കേട്ടോ. മറുപടി അറിയാവുന്നവർ പറയുക. എമ്പുരാൻ സിനിമയിലും പറയാതെ പറയുന്നുണ്ട് വർഗീയതകള് ഇല്ലേ? അപ്പോ അത് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പറയും പണ്ട് കാലത്ത് സംഘികള് ഇതുപോലെ ചെയ്ത ആ ഒരു ക്രൂരത ഉണ്ടല്ലോ, ആ ഒരു സംഭവത്തിനെയാണ് ആ ഒരു സിനിമയിൽ എടുത്തു കാണിക്കുന്നതെന്ന് പറയും. ആ ഒരു സംഭവത്തില് എല്ലാവരും തെറ്റുകാരികൾ തന്നെയാണ്. കുറച്ചധികം മുസ്ലിം സഹോദരങ്ങളെ ഹൈന്ദവർ കൊല ചെയ്തു കളഞ്ഞു എങ്കിൽ തിരിച്ചും അതുപോലെ നടന്നിട്ടുണ്ട്. കുറച്ചധികം ഹിന്ദുക്കളെ മുസ്ലിം സഹോദരങ്ങൾ കൊന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നടന്നൊരു സംഭവമാണ്. അത് റിയൽ ആയിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം പറയാൻ അറയ്ക്കുന്ന വെറുപ്പുണ്ടാകുന്ന കറുത്ത ഏടുകളായിരുന്നു അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു സംഭവത്തെ ആ ഒരു സമയത്ത് ആളിക്കത്തിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു നൊമ്പരപ്പാടുണ്ടാക്കി. മറന്നിരുന്ന പല സംഭവങ്ങളും പുതിയ കുട്ടികൾക്ക് വരെ ഓർമ്മയാക്കി കൊടുത്തു. അറിഞ്ഞൂടാത്ത കുഞ്ഞുങ്ങളൊക്കെ അത് എന്ത് സംഭവമാണെന്ന് ചോദിക്കുന്ന ആ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. കാരണം നമ്മളൊന്നും നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കേണ്ടതല്ലേ ഉള്ളൂ, മോശം കാര്യങ്ങൾ എന്തിനാ നമ്മളൊക്കെ ഓർത്ത് മനസ്സ് ഉണ്ടാക്കുന്നത്? ഇന്ന് നമ്മൾ എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ തോൾ ചേർന്ന് വളരെയധികം ഐക്യതയോടുകൂടിയും സന്തോഷത്തോടുകൂടിയുമാണ് കഴിയുന്നത്. ആ ഒരു സന്തോഷം നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി മാറിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഈ ഒരു സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അപ്പോ സംഘികളെ വെറുപ്പുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് അല്ലേ? രാഷ്ട്രീയവും സിനിമയും തമ്മിൽ എന്തിനു കൂട്ടിക്കൊഴിക്കണം? അതാദ്യം മനസ്സിലാക്കൂ. ഇപ്പൊ ഇവിടെ ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് പല ആളുകൾ നമ്മൾക്കെതിരെ വിമർശിക്കുന്നത്. ശരിക്കും ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യാത്ത നിങ്ങൾ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും ചൊറിയുന്നു, നിങ്ങളിൽ പലരും ഇതിനെ ശക്തമായിട്ട് വിമർശിക്കുന്നു. ഇത് ബീഫ് കഴിക്കുന്ന ഈ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ഇത് ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വളരെയധികം വൈലന്റ് ആയിട്ട് പല മാധ്യമ പ്രവർത്തകരും പല മാധ്യമങ്ങളിലും ഇതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്ത് ഡിബേറ്റുകളൊക്കെ ആയിട്ട് അവരിങ്ങനെ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, എമ്പുരാൻ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ? അതുപോലെ തന്നെ വേടന്റെ പാട്ടുകളിൽ എന്താണുള്ളത്? വേടന്റെ പാട്ടുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. വേടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ചാവാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല വേടന്റെ പാട്ടുകൾ. മണിച്ചേട്ടന്റെ പാട്ടുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് നാടൻ പാട്ടുകളുണ്ട്. റാപ്പ് സംഗീതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേടം പാടിയാലും മറ്റാരെങ്കിലും പാടിയാലും എനിക്ക് താല്പര്യമില്ല. അത് എൻ്റെ ഒരു ക്യാരക്ടറാണ്, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഒരു പക്ഷേ ഞാൻ ഏജ്ഡ് ആയിട്ടുള്ള ആൾ ആയതുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് പണ്ടേ പോയിട്ടേ എനിക്ക് അത്തരത്തിലുള്ള ഇതുപോലെയുള്ള മ്യൂസിക്കുകളോടൊന്നും താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സാധാരണപ്പെട്ട പഴയകാല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എനിക്കിഷ്ടം. അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം മാത്രമാണ്. പറഞ്ഞാൽ എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ് എന്ന് കരുതി ഞാൻ വേടനെ തിരിഞ്ഞു നിന്ന് തെറി പറയുന്നില്ല. അത് അയാൾക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ല്ലേ നിങ്ങൾ പറയുന്നത്. വേടൻ എന്താണ് പറയുന്നത്? വേടന്റെ പാട്ടിലൂടെ വേടൻ പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കൂ. ഇപ്പോൾ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി നിങ്ങൾ സംസാരിക്കൂ. അതായത് ഇവിടെ എനിക്കിപ്പോ വേടൻ എന്റെ ശത്രുവല്ല. വേടൻ എന്ന് പറയുന്ന ആ ഒരു ഗായകനെ കേരളത്തിലുള്ള ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനും ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ, ഞാനും ഈ ഒരു ഇന്ത്യയുടെ അവകാശിയാണ്. അപ്പോൾ അത് എനിക്ക് അഭിമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഇവിടെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വേടന്റെ പാട്ടുകളിൽ വേടൻ പറയുന്നതും പച്ച വർഗീയത തന്നെയാണ്. അല്ല എന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാലും, വേടന്റെ ഫാൻസ് ഒക്കെ വന്ന് എന്നെ തെറി വിളിച്ചാലും സത്യം ഞാൻ പറയുന്നത് വേടന്റെ പാട്ടുകളിൽ പറയുന്നത് പച്ചയ്ക്കുള്ള വർഗീയത തന്നെയാണ് വേടൻ പറയുന്നത്. അതായത് സംഘപരിവാറിനോടുള്ള വിരോധം തന്നെയാണ് വേടന്റെ പാട്ടുകളിലൂടെ വേടൻ പറയുന്നത്. അതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വേടനുണ്ടെന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്? അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ? അപ്പൊ വേടന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, പൃഥ്വിരാജിന്റെ എമ്പുരാന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നത് ഈ ഒരു സിനിമയ്ക്ക് മാത്രമാണോ? അത് എവിടുത്തെ ന്യായം? അവിടെ അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പലർക്കും പല നിയമം എന്താണ്? എല്ലാവർക്കും ഒരു നിയമമല്ലേ വേണ്ടത്? പലർക്കും പല നിയമമാണോ? അതെന്തിനാണ് അങ്ങനെ ഒരു നിയമം? എല്ലാവരും തുല്യരാണെങ്കിൽ എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഒരു കൂട്ടർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം, മറു കൂട്ടർക്ക് അതില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അപ്പോൾ പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ വേടൻ പാടുമ്പോൾ പലരും, അതായത് സംഘപരിവാറിലുള്ള പല ആളുകൾക്കും വേടന്റെ പാട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പലരും പറയാറുണ്ട് വേടന്റെ പാട്ടുകളെ വിമർശിച്ചിട്ടൊക്കെ കമന്റ് ഇട്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്.
അല്ലെ? അങ്ങനെ പലരും കമന്റ് ഇടുന്നതൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേടൻ പറയുന്നതൊന്നും കള്ളമല്ലല്ലോ, വേടൻ പറയുന്നതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ, പണ്ട് നടന്ന സംഭവങ്ങളല്ലേ വേടൻ വിളിച്ച് പറയുന്നത്. അതായത് ആ ഒരു ഗുജറാത്ത് കലാപത്തെ കുറിച്ചിട്ടൊക്കെയുള്ള സംഭവം അത് നടന്ന കാര്യം തന്നെയാണ്, അല്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഇവിടെ ആരും ശുദ്ധരായിട്ടില്ല, എല്ലാവരുടെ കയ്യിലും തെറ്റുകളുണ്ട്. അത് ആ ഒരു കാലഘട്ടത്തിലുള്ള ഹിന്ദുക്കളുടെ കയ്യിലും മുസ്ലിങ്ങളുടെ കയ്യിലും തെറ്റുകളുണ്ട്. ഒരാളും നല്ലവരായിട്ടില്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഒരു വെടിക്കുള്ള മരുന്നെന്ന് പറഞ്ഞാല്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ആരെയും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് വേടൻ എഴുതി പാടുന്ന പാട്ടുകള് വേടന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോഴും വേടൻ വർഗീയതയുള്ള ഭാഗം സംഘപരിവാറിനോടുള്ള വിരോധം മാത്രമാണ് പാട്ടിലെടുക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പല കേസുകളും ഉണ്ട്. ശിരൂരിൽ നടന്ന ആ ഒരു വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്, അതിൽ പൊലിഞ്ഞു പോയ ഒരുപാട് ജീവനുകളുണ്ട്, അതേക്കുറിച്ചിട്ട് വേടൻ പാടുന്നില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. മ്യാൻമാറിൽ നടന്ന സംഭവങ്ങളുണ്ട്. ആ ജനങ്ങളോട് അവിടെ കാണിച്ചിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളോട് മ്യാൻമാറിലെ ഭരണാധികാരിയായിട്ടുള്ള ആളുകൾ കാണിച്ചിട്ടുള്ള കൊടും ക്രൂരത ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത, മനസാക്ഷിയെ പോലും മരവിപ്പിച്ച് കളഞ്ഞിട്ടുള്ള തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. സ്വന്തം പിഞ്ചു കുട്ടികളെ അടക്കം, ആൺകുട്ടികളെ ആയാലും പെൺകുട്ടികളെ ആയാലും ഒരു ദയവുമില്ലാതെ രായ്ക്ക് രാമൻ ആ ഒരു രാജ്യത്ത് നിന്ന് തന്നെ ആട്ടി ഓടിക്കുന്ന അവസ്ഥ, പട്ടിയെ തല്ലുന്നത് കണക്ക് തല്ലുന്ന അവസ്ഥ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും എരിയുന്ന അഗ്നിയിലേക്ക് എടുത്തെറിയുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. എന്താ ഇതൊന്നും വേടൻ അറിയില്ലേ? വേടന് ഈ ഒരു സംഖ്യയുടെ എവിടെയെങ്കിലും അനങ്ങുന്നുണ്ടെങ്കിൽ അത് മാത്രം നോക്കാൻ മാത്രമേ വേടൻ അറിയത്തുള്ളൂ, വേറെ ഇതുപോലെയൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? അതുപോലെ തന്നെ ഈ ശബരിമലയിൽ നടന്ന കൊള്ളകളും കള്ളത്തരങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എഴുതി പാടാത്തത് എന്താണ് വേടൻ? അതൊക്കെ വേടൻ പാടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ സംഘപരിവാറിന്റെ ആളുകളുടെ ക്ലാപ്പ് കൂടി വേടന് കിട്ടുമായിരുന്നു. അപ്പോ വേടന് എപ്പോഴും ഉത്തേജനം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സംഘപരിവാറിലുള്ള ആളുകളെ കുറ്റപ്പെടുത്താനും അവർക്കെതിരെ പാട്ടുണ്ടാക്കി പാടാനും മാത്രമേ വേടന് അറിയത്തുള്ളൂ. അല്ലാണ്ട് വേടന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇതുപോലെയുള്ള കൊള്ളരുതായ്മകളും കള്ളത്തരങ്ങളും ഒക്കെ വിളിച്ച് പറയാനായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്തായാലും അതേക്കുറിച്ച് അറിയാത്ത ഒരാളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് കട്ടത്, അതൊക്കെ വെച്ചിട്ട് ഒരു പാട്ട് പാടാൻ പോലും വേടനെ കൊണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ നാണക്കേട് തന്നെയാണ് വേട. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ വേടനോട് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരട്ടത്താപ്പാണ്. ചിലരുടെയൊക്കെ ഇരട്ടത്താപ്പാണ്, ചിലരുടെയൊക്കെ രണ്ട് മുഖമാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആരും ഇപ്പോൾ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ, നമ്മുടെ പ്രൈം മിനിസ്റ്ററെ സ്നേഹിക്കണമെന്നോ അദ്ദേഹത്തെ ആദരിക്കണമെന്നോ അദ്ദേഹത്തെ ബഹുമാനിക്കണമെന്നൊന്നും നമ്മൾ ആരോടും പറയുന്നില്ല. സംഘപരിവാറിലെ ആളുകളെ BJP-ക്കാരെ എന്നും നിങ്ങൾ അംഗീകരിക്കണമെന്നോ നിങ്ങൾ പോയി BJP-ക്ക് വോട്ട് കൊടുക്കണമെന്നോ അങ്ങനെയും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് ആ ഒരു പാർട്ടിയിൽ നിന്ന് മാറി ദൂരെ ഓടണമെന്നോ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാര് ആ ഒരു പാർട്ടിയിൽ തുടരരുതെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും എല്ലാത്തിനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് എല്ലാവർക്കും തുല്യതയാണ്, എല്ലാവർക്കും തുല്യമായിട്ടുള്ള പരിവേഷമാണ്, എല്ലാവർക്കും തുല്യത ഉള്ള ഒരു രാജ്യമാണ് എന്ന് പറയുന്നെങ്കിൽ ഇവിടെ എല്ലാത്തിനും തുല്യത ഉണ്ടാവണം. വേടന് എന്ത് വർഗീയവാദവും ഇരുന്ന് പാട്ടായിട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം, അത് വേടന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്. എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോ അതിനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഈ ഒരു സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതെ പോകുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു വീഡിയോയുടെ താഴെ പുഴുത്ത തെറികൾ മാത്രമേ വരുവുള്ളൂ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ നല്ല കമന്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇപ്പൊ തന്നെ വീഡിയോ കുറച്ചധികം ലെന്ത് ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.